എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചധിക ദിവസങ്ങളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് വളരെയധികം തിരക്കായിരുന്നു. കുറേ പേഴ്സണൽ കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ കുറേ ഗെറ്റ് ടുഗദറും പരിപാടികളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികൾ, ജോലി ഇതെല്ലാം കൂടെ നല്ല തിരക്കായിട്ട് പോകുന്നതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത്. പിന്നെ സ്പ്രിംഗ് ക്ലീനിങ്ങിൻ്റെ, ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാനൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. വിഷുവിന് ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെറിയൊരു കണി ഒരുക്കി. അപ്പോൾ ആ മഞ്ഞപ്പൂവ് നമ്മുടെ വീട്ടിലുണ്ടായ ഡാഫഡിൽസ് ആണ്. ഇന്ത്യൻ കടയിൽ പോയി നമ്മുടെ പച്ചക്കറികളൊക്കെ വാങ്ങാനുള്ള ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഒരു സദ്യ വെച്ചു. അതിൻ്റെ കൂടെ ഞാനൊരു പായസം വെച്ചു. പായസം ഞാൻ ഇൻസ്റ്റൻറ്റ് ബോട്ടിലാണ് വെച്ചത്. അപ്പോൾ ഇതിനായിട്ട് ഇതേപോലെ കുഴിയലോ ചായക്കപ്പോ മെഷറിംഗ് കപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ അളവിനായിട്ട് എടുക്കുന്ന അതേ കപ്പ് വേണം. പാലും പഞ്ചസാരയും അരിയും എല്ലാം അളക്കാൻ അത് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പം ഞാനൊരു മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു 2-3 പേർക്ക് കഴിക്കാൻ 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ 1/3 ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏത് കപ്പ് എടുക്കുന്നോ അതിന് തന്നെ പാലും പഞ്ചസാരയും അരി അളക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ 1 കപ്പ് അരി എടുത്തു. അത് നല്ലപോലെ കഴുകിയിട്ട് ഇൻസ്റ്റൻറ്റ് ബോട്ടിലേക്ക് ഇട്ടു. അപ്പോൾ ആ അരി അളന്ന അതേ കപ്പിന് തന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി ആ പായസത്തിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തതാണ്, അത് ചേർത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ മെഷറിംഗ് കപ്പ് എടുത്തല്ലോ, അതിന് 10 കപ്പ് പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അത് പാലും വെള്ളവും കൂടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. 10 കപ്പ് പാലാണ് ഈ ഒരു റേഷ്യോ വേണ്ടത്. അപ്പോൾ 10 കപ്പ് പാലെന്ന് പറയുന്നത് നമ്മൾ 250 ml കപ്പല്ല എടുക്കുന്നത്. ഇത് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഓണോ വിഷു അല്ലെ വീട്ടിലെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴോ പ്രെയർ മീറ്റോ അങ്ങനെ ഉള്ള എല്ലാ കാര്യത്തിനും പോട്ട്ലക്കിനും ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻറ്റ് പോട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ഹൈ പ്രഷറിൽ പോറിഷ് മോഡിൽ 18 മിനിറ്റാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പിന്നെ കീപ് വാം മോഡിൽ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനിതൊരു തനിച്ചൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അടിപൊളി പായസമാണ്. നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പം ഉച്ചയ്ക്കൊക്കെ ഊണ് സമയമായതുകൊണ്ട് പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ പപ്പടം നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിച്ച് കൊണ്ടുവരുന്ന പപ്പടമാണ്. വിഷുവായിട്ട് സമയത്ത് കഴിക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടൊരു സദ്യയായിരുന്നു. പിന്നെ വൈകിട്ട് നമുക്ക് വേറെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പരിപാടിയുണ്ട്. പിന്നെ തൊട്ടടുത്ത ദിവസം നമ്മുടെ ഇവിടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ മലയാളി ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പോട്ട്ലക്ക് വിഷു സദ്യ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഫ്രഷ് മുല്ലപ്പൂ ആണ്. അപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ അത് ഫ്ലൈറ്റിൽ വരുന്നതാണ്. ഒരു പാക്കറ്റിന് $19.
അതുകൊണ്ട് അവിടെ താഴെ ഉണ്ട്. നമ്മളിപ്പോൾ കുറേയധികം മലയാളികളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗെറ്റ് ടുഗദറും കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ വരുമ്പോൾ ഈ ഒരു ക്ലബ് ഹൗസിലാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത്, പാർട്ടിയൊക്കെ നടത്തുന്നത്. ഇപ്പം ചെറിയ രീതി ക്ലൈമറ്റൊക്കെ മാറി ചെറിയ ചൂടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് ആ ഒരു പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുവാണ്. ഇപ്പോഴും തണുപ്പുള്ളതുകൊണ്ട് പൂളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ചെറിയൊരു കുളം പോലൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുന്നതൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഇനി ചായ കുടിച്ച് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ നേരത്തെ പോയി. അവർക്ക് ഈസ്റ്ററിൻ്റെ പോട്ട്ലക്ക് പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇവരിവിടെ ചായ ഉണ്ടാക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞങ്ങളുടെയൊക്കെ മക്കൾ ഇവിടെ ജനിച്ചു വളർന്നതാണെങ്കിലും ഇങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ആഘോഷങ്ങളിലൂടെ നമ്മുടെ കൾച്ചറും കാര്യങ്ങളും ഓരോന്നും അവർ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ പരിപാടിയല്ല. നമ്മളിവിടെ ഒരുമിച്ച് താമസിക്കുന്ന ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് പോട്ട്ലക്കായിട്ട് സദ്യ ഒരുക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അങ്ങനെ ചെറിയ രീതിയിലൊരു ആഘോഷമായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.